ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കുറച്ച് റൂം ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അവധിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെ ഒന്നുമില്ല, ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നൊരു വീഡിയോ എടുക്കുന്നത്. കുറേ കഷ്ടപ്പെടേണ്ട വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ രാവിലെ അങ്ങനെ എണ്ണീച്ചു വന്നു. ഇങ്ങനെ ആദ്യം ഒന്ന് ലൈവ് പോകണമായിരുന്നു. ലൈവ് പോകാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം ലൈവിൽ പോയി. ലൈവിൽ അധികം ആളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ലൈവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത്രം ഞാൻ കഴുകി വെച്ചു. നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു. അപ്പം രണ്ട് ഫ്രണ്ട്സ് കൂടെ വരാനുണ്ട്. അവർ എണ്ണിച്ച് വരുന്നില്ല, ഒരു 11 മണിയായിട്ട് എണ്ണിച്ച് വന്നുള്ളൂ അന്ന്. ഞാനപ്പോൾ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ കഴുകി ഇങ്ങനെ വെച്ചു. പെട്ടെന്ന് അരി ഇടാമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം ലുലു പോകാൻ. ലുലു പോയി സാധനം മേടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ചോറ് വെക്കാൻ. അപ്പോൾ ചോറ് അടുപ്പ് ഇട്ടാൽ പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം പുതിയ അക്കോമഡേഷനിലായപ്പം ലുലു ഒക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് പാത്രമൊക്കെ ക്ലീനാക്കി അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കിച്ചൺ അങ്ങനെ ചെയ്യുകയാണ്. നിങ്ങൾ കാണാമല്ലോ. അതിട്ട് പെതുക്കെ ഞാൻ താഴോട്ട് ഇറങ്ങി. അപ്പോൾ അവൻ ഫോൺ വന്നു താഴോട്ട് ചെല്ലാൻ ലുലു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലിഫ്റ്റ് കയറി താഴെ ചെന്ന് കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെ കാണിച്ചാൽ. പുതിയ അക്കോമഡേഷനാണ്, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അക്കോമഡേഷനാണ്. അപ്പോൾ ലിഫ്റ്റിൽ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അടിപൊളി തണുപ്പുള്ളത് കൊണ്ട് നല്ല സുഖമാണ് ഇറങ്ങി വരാൻ. ഇളം തണുപ്പേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കും, അവനെ നോക്കി അങ്ങോട്ട് നടന്നപ്പം അവനെയാണ് കാണുന്നില്ല. തിരിഞ്ഞൊരു സൗണ്ട് കേട്ട്, കൂകൂന്ന് കേട്ട്. അപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവനവിടെ നിൽപ്പുണ്ട്. ബിജു എന്നാണ് പേര്. എൻ്റെ പുതിയ ഫ്രണ്ടാണ്. പുതിയതായിട്ട് വന്നതാണ്, ഫ്രണ്ടാണ്. ഞങ്ങൾ ഇപ്പോൾ ഫുഡൊക്കെ ഒന്നിച്ച് വെച്ച് കഴിക്കാറുണ്ട്. അപ്പം അവൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ വില്ലയല്ല, ഞങ്ങളുടെ ഫ്ലാറ്റാണ്. അടിപൊളി പ്ലേസാണ്, അടിപൊളിയാണ്. കുറേ ഫ്ലാറ്റുകൾ അങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവൻ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഉച്ചയായി എണ്ണിച്ച് വന്നപ്പോൾ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അവനങ്ങനെ നിൽപ്പുണ്ട് ബിജു. നോക്ക് എന്ത് നല്ല ഭംഗി അവിടെ കാണാൻ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ലുലു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് ഞങ്ങൾ 3 പേരോട്. അങ്ങ് കാണുന്നൊരു ചുമന്ന പൊട്ട് കണ്ടോ, അതാണ് ലുലുവേ. അപ്പോൾ അങ്ങോട്ട് അതിനകത്തുള്ള ഫോട്ടോസൊന്നും ഞാൻ എടുക്കുന്നില്ല, അത് അലോഡല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3 അത് കണ്ണൻ, ബിജു, ഞങ്ങൾ പോയി ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ലുലു പോയി സാധനം മേടിക്കുന്നത് ഒരുപാടുണ്ട്. ലുലു ചെന്നപ്പോൾ ഞാൻ അന്നേ അവരോട് പറഞ്ഞതായിരുന്നു, ലുലുവിൽ 11 മണിയാകുമ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഇടയ്ക്ക് വന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അവിടെ ചെന്നപ്പോൾ ഓൾറെഡി അവർ ലുലു അടച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്ത് ചായക്കടയുണ്ട്, അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് പിന്നെ ലുലു പോയിട്ട് 1 മണി 1:30 എങ്ങാണ്ടായി. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് കപ്പ് മേടിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി കപ്പ് തിന്നാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു 3-3:30 ആയപ്പം കപ്പ് പുഴുങ്ങി കഴിച്ചു. ചമ്മന്തി അരച്ചു, തൈര് ചേർത്തിട്ട്, മുളക് ഉടച്ചത് തൈര് ചേർത്തിട്ട് അടിപൊളിയായിരുന്നു, നല്ല രുചി, നല്ല മുടിങ്ങരിയായിരുന്നു. എന്നാലും കഴിച്ചു, പേടിച്ചേച്ച് വയ്യായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാം തൈരും പച്ചമുളകും ഉടച്ചിട്ട്. പക്ഷേ അടിപൊളി രുചിയായിരുന്നു. ഇപ്പം കപ്പ് ഫ്രോസൺ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. എന്നിട്ട് വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേനും അവൻ പറഞ്ഞപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ ചിക്കൻ അരിഞ്ഞു കൊടുക്കുകയാണ്. അബദ്ധം പറ്റി, ഞങ്ങൾ ലുലു പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞ് ചിക്കനും സാധനങ്ങളൊക്കെ മേടിച്ച് റൂമിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബിജോ പറഞ്ഞത്, മോനെ പ്രധാനപ്പെട്ട സാധനം മേടിച്ചില്ല, ബിരിയാണി വെക്കാനുള്ള അരി മറന്നുപോയി മേടിക്കാൻ. പിന്നെ ഞങ്ങൾ 6 മണിയായപ്പോൾ എണ്ണിച്ച് എല്ലാവരും ഉറങ്ങി കുറച്ച് നേരം. വന്നിട്ട് ബിരിയാണി അരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചിക്കൻ ഇറക്കി. വിജയാണ് കുക്കിങ്, അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിക്കൻ അരിഞ്ഞ് കൊടുത്തു, കണ്ണൻ സവോളയൊക്കെ അരിഞ്ഞ് കൊടുത്തു. ബിജോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടോട് വരാണ്ട് ജോബി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനെ വരത്തുള്ളൂ. അന്നത്തേനും വേണ്ടാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം 7-8 ആയി ഞങ്ങളിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുക വൈകിട്ട്. അപ്പം ഞങ്ങൾ ഫുഡിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായി പോയ നേരം വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടാണ്. ചിക്കൻ ബിരിയാണിയൊക്കെ ഞാൻ എക്സ്പേർട്ടാണ്. ഇവിടെ വന്നിട്ട് ഞാൻ നല്ലോണം ചിക്കൻ അരിയാനും ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, സൂപ്പറായിട്ട് അരിയും. അവർക്കെന്തെങ്കിലും അറിയാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അവരന്നേരം എന്നെ വിളിച്ചു ചിക്കൻ അരിയണമെന്ന് പറഞ്ഞിട്ട് അറിയാമെന്ന് വെച്ചിട്ട് കഷ്ടമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ അരിഞ്ഞു കൊടുത്ത്. അങ്ങനെ അടിപൊളിയായിട്ട് ഇളക്കുന്നുണ്ട്. അത് ചിക്കൻ കറി വെച്ചിട്ട് അതിൽ അരി റെഡിയാക്കാൻ ഞാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ബിരിയാണി ഉണ്ടാക്കാൻ.
അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ജോബിയും വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല രുചിയായിരുന്നു കേട്ടോ. സൂപ്പർ സാധനമായിരുന്നു. എനിക്കറിയത്തില്ല എൻ്റെ റെസിപ്പി. ഞാൻ അവനോട് ചോദിച്ചിട്ട് ഒരു ദിവസം ഞാനത് വീഡിയോ എടുത്തുണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. ചിക്കനും സലാഡും പപ്പടവും എല്ലാം കൂടെ കൂട്ടി ചിക്കൻ ബിരിയാണിയും സലാഡും പപ്പടവും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ സൂപ്പറായിട്ട് കഴിച്ചു. അടിപൊളി രുചിയായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു. നല്ല കാണുമ്പോൾ മഞ്ഞ കളർ പോലെ ഇരിക്കുന്നതും സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല രുചിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കും അങ്ങനെ വെച്ച് നോക്കാനുള്ള ഞാൻ റെസിപ്പി പറഞ്ഞു തരുന്നതായിരിക്കും അവനോട് ചോദിച്ചിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല രുചിയായിരുന്നു. പക്ഷേ 10-10:30 ആയ സമയം. ഒരുപാട് ലേറ്റായിരുന്നു. ഉച്ചയ്ക്ക് ലേറ്റായി, വൈകിട്ടും ലേറ്റായാണ് ഇട്ട് കഴിച്ചത്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് കണ്ണൻ, ബിജു ആൻഡ് ജോബി ഡ്യൂട്ടിയായിരുന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. ഞാൻ കുറേ നേരം കൊണ്ട് മടി പിടിച്ചിരിക്കുകയായിരുന്നു വീഡിയോസൊക്കെ ചെയ്യാൻ. നിങ്ങളെൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.